ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്നാക്സ് റെസിപ്പീസ് മാത്രമായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് ഡ്രിങ്ക്സ് റെസിപ്പീസ് ആവാമെന്ന്. ഇന്ന് ഞാൻ 2 വെറൈറ്റി ഡ്രിങ്ക്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 ഡ്രിങ്ക്സും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ്. ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഡ്രിങ്ക് കോമൺ ആയിട്ട് നമ്മൾ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഇഫ്താർ സമയത്തൊക്കെ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് കൂവ കാച്ചിയത്. അപ്പോൾ ഞാൻ സെയിം രീതിയിലല്ല ഇത് തയ്യാറാക്കിയുള്ളത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ കൂവ കാച്ചിട്ടുള്ളത്. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കൂവ കാച്ചിയത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് നിറയെ കൂവപ്പൊടി വേണം. ഇതുപോലത്തെ ടീസ്പൂണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ടീസ്പൂണിന് 2 ടീസ്പൂൺ നിറയെ എടുക്കണം കേട്ടോ. അത് കുറവാവണ്ട കൂടുതലാവണ്ട. കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ആരോറൂട്ട് പൗഡറാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൂവ കാച്ചി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം. കാരമൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൂവ കാച്ചി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിയ സീഡ് എടുത്തിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ചിയ സീഡ് എടുത്തിട്ടുള്ളത്. ഞാൻ മുമ്പ് കുറേ റെസിപ്പീസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചിയ സീഡ്. ഞാൻ കാണിക്കാം. ഇതാണ് ചിയ സീഡ്. ഇതിപ്പോൾ ഇവിടെ UAE വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സബ്ജ സീഡ് യൂസ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ഡ്രിങ്ക്സിലൊക്കെ ഇട്ട് കൊടുക്കുന്ന കസ്കസ് പോലത്തെ സംഭവമാണ് സബ്ജ സീഡ്. അപ്പോൾ ഇതും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതും അല്ലെങ്കിൽ ബ്ലാക്ക് കസ്കസ് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചിയ സീഡ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അത് സോക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് കൂവപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളത്തിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നാണ് കുറച്ച് വെള്ളം എടുക്കുന്നത് കേട്ടോ. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരിട്ട് കൂവപ്പൊടി നമ്മൾ ചൂടുള്ള പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഞാനിവിടെ പഞ്ചസാര 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. അത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലെയിം വളരെ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മെൽട്ടായി തുടങ്ങിയാൽ പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ വരുമ്പം സ്പൂണിൽ ചെറുതായിട്ട് കട്ട പിടിച്ചൊക്കെ വരും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമാണ് കേട്ടോ, അത് വിട്ടുപോകരുത്. അപ്പോൾ പഞ്ചസാര മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്പൂണ് യൂസ് ചെയ്യാതെ നമുക്ക് ഈ പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ സ്പൂണ് യൂസ് ചെയ്താൽ പഞ്ചസാര കട്ട പിടിച്ചിട്ട് നമ്മളെ സ്പൂണിലൊക്കെ ഒട്ടി പിടിക്കും. പിന്നെ അതുപോലെ ചിലരൊക്കെ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും, അതുപോലെ പെട്ടെന്ന് ഈ ഒരു കളർ കിട്ടും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അത് പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഈ കാരമലൈസ് ചെയ്തത് മൊത്തത്തിൽ കട്ടിയായി കിടക്കും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. ഏറ്റവും ബെസ്റ്റ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ആ പ്രശ്നമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ശരിയായി കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള പാലും ചെറിയ ചൂടുള്ള വെള്ളവും എടുത്താൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നല്ലൊരു കളറാണ് ഇതിന് വന്നിട്ടുള്ളത്. ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ പാലും നമ്മുടെ കൂവപ്പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കളറായിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും.
അപ്പോൾ ഇനി പാലും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ പാലും ചൂടൊന്നും ആക്കിയിട്ടില്ല, സാധാ വല്ലാണ്ട് തണുത്ത പാലല്ല കേട്ടോ. ഈ വെള്ളവും അതുപോലെ പാലും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വല്ലാണ്ട് തണുത്തതാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, പിന്നെ അത് മെൽട്ടാകാൻ കുറച്ച് പാടാണ്. അപ്പോൾ അധികം തണുപ്പില്ലാത്തത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കൂവപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കൂവപ്പൊടിൻ്റെ ഈ ഒരു മിക്സ്ചർ ചേർത്ത് കൊടുത്ത ശേഷം നമ്മളത് കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴും ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിലാട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്, അതും ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലും വെക്കേണ്ട, ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഏലക്ക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് കൂവ കാച്ചിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കട്ടി വേണമെങ്കിൽ കുറച്ചുകൂടെ കൂവപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുക്കുന്നുള്ളൂ. നമുക്കത് ഒരു ഡ്രിങ്ക് പോലെ കുടിക്കാനുള്ളതാണ്. എന്നാലും നല്ല ക്ഷീണം അകറ്റാനും വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഇഫ്താർ ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത്. പിന്നെ പഞ്ചസാര നമ്മൾ ഓൾറെഡി കൂവ കാച്ചിയതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് ഞാനൊന്ന് കാരമലൈസ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. പിന്നെ അത്രയും തിക്കാക്കിയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒരു 2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് തണുപ്പിച്ചിട്ടും കുടിക്കാം, അല്ലെങ്കിൽ ചൂടോട് കൂടിയിട്ട് ഇളം ചൂടിലും കുടിക്കാം. ഞാനിപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നോമ്പായതുകൊണ്ട് ഞാൻ ടേസ്റ്റൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നോമ്പ് തുറന്ന ശേഷം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കുക. കാരമലൈസ് ചെയ്യേണ്ട, നമ്മൾ ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചുകൂടി നട്ട്സും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആവും. കൂവ കാച്ചിയത് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ഡ്രിങ്ക് ഒരു മസാല പാലാണ്, അതായത് മസാല മിൽക്ക്. നല്ല ഒരു സൂപ്പർ ഡ്രിങ്കാണ്. പാല് കുടിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഈ ഒരു ഡ്രിങ്ക് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കൽ ഇതിൽ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ള നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് പാലിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വറ്റിച്ചെടുക്കണം കേട്ടോ, അത്രയും വെള്ളം. പിന്നെ പഞ്ചസാര ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് നട്ട്സ് വേണം നമുക്ക്. നട്ട്സ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബദാം, കുറച്ച് കാഷ്യൂസ്, കുറച്ച് പിസ്റ്റാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പം നട്ട്സ് ഇതിൽ നിർബന്ധമാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ അതുകൊണ്ട് നട്ട്സ് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. എല്ലാം കുറേശ്ശെ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി വേണം. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2 ഏലക്ക ഈ പാൽപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറാമ്പട്ട 2 ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ മസാല പൊടി ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മസാല, ഈ പാലിലേക്കുള്ള മസാല. പിന്നെ നമ്മളിതിലേക്ക് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കൊടുക്കാൻ വേണ്ടിയിട്ട് സാഫ്രോൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ സാഫ്രോൺ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു കളറ് കൊടുക്കുന്നത് ഈ ഒരു ഡ്രിങ്കിന്. ഒരു 1/4 ടീസ്പൂണിലും കുറവ് മതി കേട്ടോ മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഡ്രിങ്കിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള നട്ട്സൊക്കെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് ആദ്യം. അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ കേട്ടോ നട്ട്സൊക്കെ. അപ്പം ഇതുപോലെ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നട്ട്സും പഞ്ചസാരയും പിന്നെ പാൽപ്പൊടി 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, കറാമ്പട്ട, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വല്ലാണ്ട് കുറേ നേരം പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ നട്ട്സിത്തെ ഓയിൽ പുറത്ത് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. എന്നാൽ നന്നായിട്ട് പൊടിയും വേണം, ഒരുപാട് നേരം പൊടിച്ചെടുക്കരുത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാല് തിളച്ചിട്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. 1/2 കപ്പ് മൊത്തത്തിൽ വറ്റി വരണ്ട, എന്നാലും കുറച്ചൊന്ന് വറ്റി വരണം. ആ ഒരു പാല് നല്ലൊരു കട്ടിയിലായി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടാകുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ.
പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ സാഫ്രോൺ ആണ് ചേർക്കുന്നതെങ്കിൽ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഈ ഒരു പാലിന് നല്ലൊരു കളർ കിട്ടുള്ളൂ, ആ മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ ആ ഒരു മഞ്ഞൾ ഇങ്ങനെ പുറമേ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റെഡി ആവണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാലിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂണോളം ഈ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് ചേർത്തിട്ട് ടേസ്റ്റ് നോക്കുക, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഞാൻ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ ഒരുപാട് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീസ്പൂണാണെന്ന് വിചാരിച്ചിട്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട, ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്യണം. ആ പൊടികളൊക്കെ ഇത് നന്നായിട്ട് റെഡിയായി വരണം ഇതിൽ, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കും വേണം, അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം, എന്നാലേ ആ ഒരു നട്ട്സിൻ്റെയും അതുപോലെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ അതിൽ വരുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മധുരം ഞാൻ നോക്കിയിട്ടില്ല, നോമ്പായതുകൊണ്ട്. അപ്പോൾ ഇഫ്താർ ടൈമിൽ കുടിക്കുന്ന സമയത്ത് ഇതിലും അധികം മധുരം ഉണ്ടായിരുന്നില്ലായിരുന്നു, കുറച്ചുകൂടെ മധുരം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മധുരം പാകത്തിനാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ പൊടി ഞാനിപ്പോൾ കാണിച്ച പൊടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ താഴെ ഒരു നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്, നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാവും, നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്, അവർക്ക് ഇഷ്ടത്തോടെ അവർ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അധികം കട്ടിയാക്കി ഞാൻ എടുക്കുന്നില്ല, കാരണം പാല് ഒരുപാട് തിക്കാവുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാവും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. ഇത് ചൂടോട് കൂടിയിട്ട് കുടിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പം ഒരു യെല്ലോയിഷ് കളറൊന്നും കാണുന്നുണ്ടാവില്ല, പക്ഷേ ശരിക്കും ഇത് നല്ലൊരു യെല്ലോയിഷ് കളറാണുള്ളത്. ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് പിസ്താച്ചോസ് പൗഡർഡ് ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാഫ്രൺ സ്ട്രാൻഡ്സും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഇത് ഇഫ്താർ ടൈമിൽ ഈ കുട്ടികൾ നോമ്പൊക്കെ നോക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്, വളരെ ഹെൽത്തി ഉള്ളൊരു ഡ്രിങ്കാണ്. നമ്മുടെ ദാഹവും അതുപോലെ തന്നെ ക്ഷീണവും ഒക്കെ അകറ്റാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. പിന്നെ ഈ ഒരു ഡ്രിങ്ക് പാല് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും വലിയവർക്കും മാത്രമേ ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമാവാനുള്ള ചാൻസ് ഉള്ളൂ, കാരണം പാലിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊരു ഒരു മിൽക്കാണ്, അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയയ്ക്കുക. അപ്പോൾ വേറൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.